അടുത്തായിട്ടുള്ളത് മിക്സർ ബ്രഷ് ടൂളാണ്. മിക്സർ ബ്രഷ് ടൂൾ പറയുന്നത് കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നതിനാണ്. അത് ഒന്നോ അതിലധികമോ കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നതിനാണ് മിക്സർ ബ്രഷ് ടൂൾ എന്ന് പറയുന്നുള്ളത്. ബ്രഷ് ടൂളിൻ്റെ ആ ഒരു ടൂൾ ബാറിനകത്തായിട്ടാണ് മിക്സർ ബ്രഷ് ടൂൾ വരുന്നുള്ളത്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനു ബാറിന് താഴെയായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കാണാൻ പറ്റും. അതിൽ സൈസും ഹാർഡ്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ആക്കാനുള്ള ഇതാണ് ആദ്യമായിട്ടുള്ളത്. സൈസും ഹാർഡ്നെസ്സൊക്കെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രീസെറ്റ് ആയിട്ട് കുറച്ച് ബ്രഷസും അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ടുള്ളത് 2 ബ്രഷസ് ആണ് ഇതിൽ കാണുന്നത്. അതിൽ ആദ്യത്തെ ബ്രഷ് എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് കളറിലുള്ളത് അപ്ലൈ ആണ്. അതായത് ഫോർഗ്രൗണ്ട് കളറിൽ ഏത് കളറാണ് കൊടുത്തത് അതായിരിക്കും അതിൽ വരുന്നുണ്ടാവുക. ഇപ്പം ഞാൻ ഫോർഗ്രൗണ്ട് കളറിൽ ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർഗ്രൗണ്ട് കളറിൽ ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്രഷാണ് ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ രണ്ടാമതുള്ള ബ്രഷും കൂടി നോക്കുന്നുണ്ട്. രണ്ടാമത്തെ ബ്രഷ് എടുത്തതിന് ശേഷം വെറ്റിൽ 100% ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ആപ്പിളിൻ്റെ ഇമാജിനകത്തായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, അതായത് ബ്രഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ ആ ഒരു കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ആ ഒരു ഗ്രീനും തമ്മിൽ മിക്സ് ചെയ്യുന്നത് കാണുന്നതായിരിക്കും. ഇതാണ് ഈ 2 ബ്രഷ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നുള്ളത്. ഇനി ഞാനിതൊന്ന് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്പിളിൻ്റെ ലെയർ ഒന്നും കൂടി കോപ്പി എടുക്കുന്നുണ്ട്. ഓക്കെ, കോപ്പി ലെയർ താഴെയായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഞാൻ മിക്സർ ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ആ രണ്ടാമത്തെ ബ്രഷ് എടുത്ത് വെറ്റ് 100% ആക്കിയതിന് ശേഷം ഒരു ബാക്കിലായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മിക്സർ ബ്രഷ് ടൂൾസ് ഇമാജസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവുക. ഇനി ഞാൻ വേറൊന്നും കൂടി കാണിച്ചു തരാം. ഇനി ഞാനൊരു ഇമാജും കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഇമാജ് ഞാൻ എൻ്റെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൂടിയാണുള്ളത്. ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മെനു ബാറിൽ സെലക്ട് സബ്ജക്റ്റ് വെച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ലെയർ മാസ്ക് ആണ് പഠിക്കാൻ പോകുന്നത്. ലെയർ സെലക്ട് ചെയ്ത് ലെയർ മാസ്ക് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഒന്നും കൂടി കോപ്പി എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മിക്സർ ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ഉള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, അതിൻ്റെ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് സോളിഡ് കളേഴ്സ് എന്നുള്ള ഓൺലി എന്നുണ്ട്. അത് അൺടിക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഇമേജ് എടുത്തതിന് ഓൾട്ട് പിടിച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് ബ്രഷ് ചെയ്യുമ്പോൾ കോപ്പി ആക്കിയതായിരിക്കും അതിൽ വരുന്നുണ്ടാവുക. അതായത് ആൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്ത ആ ഒരു ഭാഗമായിരിക്കും അതിൽ വരുന്നുണ്ടാവുക. പുതിയൊരു ലെയർ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പുതിയൊരു ലെയർ എടുക്കുന്നുണ്ട്. ഈ 2 ഇമേജ് ലെയർ ഞാൻ ഓഫ് ആക്കി വെച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നുള്ളത്. പുതിയൊരു ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ 2 ബ്രഷസ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. 2 ബ്രഷസ് ഓൺ ചെയ്യുമ്പോൾ ആ കോപ്പി ആക്കിയൊരു ഭാഗം ഞെക്കി ആ ട്രാൻസ്പെറൻറ്റ് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് അത് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മിക്സർ ബ്രഷ് ടൂള് യൂസ് ചെയ്യുന്നുള്ളത്. അടുത്തായിട്ടുള്ളത് ഇറേസർ ടൂളാണ്. ഇറേസർ ടൂള് 3 ആയിട്ടാണുള്ളത്. ഇറേസർ ടൂള്, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂള്, അതേപോലെ മാജിക് ഇറേസർ ടൂള്. അത് നമ്മൾ ഇറേസർ ടൂളാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ഇമേജ് കൊണ്ടുവെക്കുന്നുണ്ട്. ഇറേസർ ടൂൾ പറയുന്നത് നോർമലി നമ്മൾ ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. അതിൽ പ്രോപ്പർട്ടീസിലായിട്ട് ആദ്യം ബ്രഷും അതേപോലെ അതിൻ്റെ സൈസ് ഹാർഡ്നെസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ആ ഒരു മോഡ്, ബ്രഷിൻ്റെ മോഡാണ് പറയുന്നത്. ബ്രഷ്, പെൻസില്, അതേപോലെ ബ്ലോക്ക്, 3 മോഡ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ബ്രഷിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ബ്രഷ് ആണെങ്കിൽ ഇതും, അതേപോലെ പെൻസിലായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതും, ബ്ലോക്ക് ആണെങ്കിൽ സ്ക്വയറിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ ബ്രഷാണ് എടുക്കുന്നുള്ളത്. അതേപോലെ ഒപ്പാസിറ്റി, ഫ്ലോ കാര്യങ്ങൾ, അതായത് ഒപ്പാസിറ്റി ഫ്ലോ 100 തന്നെ എടുത്ത് വെക്കാം. ഞാൻ അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് എറേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാർഡ്നെസ് കുറച്ച്
ഇറേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഹാർഡ്നെസ് കൂട്ടിയിട്ടും ഇറേസ് ചെയ്യുന്നുണ്ട്. ഹാർഡ്നെസ് കുറച്ചിട്ടും കൂട്ടിയിട്ടും ഞാനിതൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുന്നത് ഇതൊരു വൈറ്റ് ബ്രഷ് ആയിട്ടായിരിക്കും. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഹൈഡ് ചെയ്താൽ ഇറേസ് ആയി പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഉണ്ടായത് ബാക്ക്ഗ്രൗണ്ടും കൂടി വൈറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു വൈറ്റിൽ തന്നെ കണ്ടത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഹൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇറേസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇറേസർ ടൂൾ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഇമേജൊക്കെ ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഇറേസർ ടൂൾ. അടുത്തായിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എന്ന് പറയുന്നത് തലയുടെ, അതായത് ഈ ഒരു ഇമേജിൻ്റെ ഈ തലയുടെ ഭാഗത്ത് കറക്റ്റായിട്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതെടുത്തതിന് ശേഷം ഞാൻ ഒരു ഇമേജ് സൂം ആക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് ഹൈഡാക്കി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ടോളറൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 30-31 എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു തലേൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ഇറേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേപോലെ ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂള്. ഇനി നമുക്ക് ഇതേ സംഭവം തന്നെ നോർമലുള്ള ഇറേസർ ടൂൾ വെച്ച് നോക്കാം. ഇറേസർ ടൂൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത്, ആ ഒരു തലയുടെ ഭാഗത്തും കൂടി കട്ടായി പോകുന്നുണ്ടാവും, ഇറേസ് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂള്. അതായത് കറക്റ്റായിട്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി, തലേൻ്റെ ഭാഗത്ത് മാത്രം കറക്റ്റായിട്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂള്. ഇനി അടുത്തായിട്ടുള്ളത്, ഞാൻ ഈ ഇമേജ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നുള്ളത് മാജിക് ഇറേസർ ടൂളാണ്. മാജിക് ഇറേസർ ടൂൾ പറയുന്നത് കളർ റേഞ്ച് അനുസരിച്ച്, അതായത് ഒരേ കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഒരേ കളർ റേഞ്ച് അനുസരിച്ച് ഇറേസ് ആയി പോകുന്നതാണ്. അതിനായിട്ട് ഞാനൊരു ഇമേജ് കൂടിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാനൊരു ഈ ഒരു ഇമേജാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇനി ആ രണ്ട് ലെയറും ഹൈഡാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം മാജിക് ഇറേസർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വൈറ്റ് ഭാഗങ്ങളൊക്കെ പോകുന്നുണ്ട്, ഇറേസ് ആയി പോയിട്ടുണ്ട്. വൈറ്റ് ഭാഗങ്ങളൊക്കെ ഇറേസ് ആയി പോയിട്ടുണ്ട്. ഇതുപോലെ ഒരേ കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതൊക്കെ ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് മാജിക് ഇറേസർ ടൂള്. അതിന് അതേപോലെ ടോളറൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് 3 ഇറേസർ ടൂൾ എന്ന് പറയുന്നത്. ഇറേസർ ടൂൾ പറഞ്ഞാൽ നോർമലി നമ്മൾ ഇമേജൊക്കെ ഇറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എന്ന് പറഞ്ഞാൽ തലയുടെ ഭാഗത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എഡ്ജൊക്കെ കറക്റ്റായി ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ മാജിക് ഇറേസർ ടൂൾ എന്ന് പറഞ്ഞാൽ ഒരേ കളർ റേഞ്ച് അനുസരിച്ച് ഇറേസ് ചെയ്യാവുന്നതും. ഞാൻ ഈ ഒരു ഇമേജ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. അടുത്തായിട്ടുള്ളത് ഗ്രേഡിയൻ ടൂളാണ്. നമ്മൾ സാധാരണയായി കാണാറുള്ള ഇമേജുകളിലും ടെക്സ്റ്റുകളിലും ബാക്ക്ഗ്രൗണ്ടുകളിലും ഷേപ്പിലും കളർ മിക്സ് ചെയ്തിട്ടുള്ള എഫക്റ്റ് കൊണ്ടുവരുന്നതിനെയാണ് ഗ്രേഡിയൻ എന്ന് പറയുന്നത്. കീബോർഡിൽ G എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ ടൂൾ വരുന്നതായിരിക്കും. ശേഷം പേജിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വലിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും. ശേഷം പേജിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും. ഇനി ഗ്രേഡിയൻ്റെ കളർ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ, ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് മുകളിൽ പ്രോപ്പർട്ടീസ് ആയി കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു കളർ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് എഡിറ്റർ എന്ന ഓപ്ഷൻ വരും. ഗ്രേഡിയൻ്റ് എഡിറ്റർ എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത കളറായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ഈ ഒരു കളർ, അതായത് ഈ ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾക്ക് ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് താഴെ കളർ എന്നുള്ളൊരു ഓപ്ഷൻ വരും.
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ രണ്ടാമതുള്ള കളറാണ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കളർ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കളറും കൂടി നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ 2 കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഓക്കെ എടുക്കുന്ന അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വലിക്കുന്നുണ്ട്. ഇനി കാണാൻ പറ്റും ആ 2 കളറായിരിക്കും ഈ ഒരു പേജിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്.